ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. കടയിൽ നിന്ന് വാങ്ങുന്ന KFC ചിക്കന്റെ അതേ രുചിയിൽ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായ ചിക്കൻ ഫ്രൈ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് എങ്ങനെയാണെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 1 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഞാനിതിപ്പം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഓവർനൈറ്റ്. ഇനിയിപ്പോൾ ഇതേ അടുത്ത ദിവസമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കനെല്ലാം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഒനിയൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒനിയൻ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മതി. ഒരുപാട് ലൂസ് ആവാനോ അതുപോലെ തന്നെ ഒരുപാട് തിക്ക് ആവാനോ പാടില്ല. ഇനി നമ്മൾ അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നല്ലതുപോലെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മസാലയിൽ മുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസായി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മുകളിലേക്ക് കയ്യിൽ നനവ് പറ്റാതെ പൊടികൾ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ചിക്കൻ നനവുള്ള എല്ലാ ഭാഗത്തും ഒന്ന് പൊടികൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാം. ബാക്കിയുള്ള പൊടികളെല്ലാം ഇതേപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് കളയാം. അപ്പോഴാണ് നമുക്ക് KFC ചിക്കൻ്റെ പുറമേ കാണുന്ന ആ ഒരു റിങ്കിൾസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഇപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടെല്ലാം ഒന്ന് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കഴിയുമ്പോൾ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. 8 മിനിറ്റ് ശേഷം നമുക്ക് എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമുക്ക് എല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ക്രിസ്പി ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നോക്കി എന്താ പറയുക, ശരിക്കും KFC ചിക്കൻ്റെ അതേ ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾ കാണാനായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.